ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ പലരും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്ക് സ്പോർട്സ് തന്നെയായിരുന്നു. പക്ഷേ സ്പോർട്സിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ടെന്നീസിൽ 4 മെയിൻ അവാർഡ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഈ 4 നമ്മൾ മേജറായിട്ട് കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഓർഡർ പഠിച്ചു വയ്ക്കുക. അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക കേട്ടോ. അത് ആലോചിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആൽഫബറ്റിക് ഓർഡർ ഓർത്താൽ മതി. A കഴിഞ്ഞിട്ട് F, അത് കഴിഞ്ഞിട്ട് ശരിക്കും U വരണ്ടേ, അതിന് പകരം W ആണ് വന്നത്. അവിടെ മാത്രം ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് വിംബിൾഡൺ കഴിഞ്ഞിട്ടാണ് US ഓപ്പൺ വന്നത്. ഓക്കെ, അപ്പോൾ അവർ ഓർഡർ ഓർത്ത് വയ്ക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. ഇനി ഇതൊക്കെ ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിക്കിനാണ്. ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിട്ടുള്ളത് റാഫേൽ നഡലാണ്. വിംബിൾഡൺ ക്യാൻസൽ ചെയ്തു കേട്ടോ, COVID-19 കാരണം ക്യാൻസൽ ചെയ്തായിരുന്നു. പിന്നെയുള്ളത് US ഓപ്പൺ ആണ്, അത് കിട്ടിയിട്ടുള്ളത് ഡൊമിനിക് തീമിനാണ്. ഇനി ആൾക്കാരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ, ഫ്രഞ്ച്, വിംബിൾഡൺ, US അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെയുള്ളത് ഇനി ഞാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. അതായത് DJക്ക് റാഫിയുടെ തീം സോങ് ആയിരുന്നു എന്ന് ആലോചിക്കുക. എന്താണ്? DJക്ക് മുഹമ്മദ് റാഫിയില്ലേ, അപ്പോൾ മുഹമ്മദ് റാഫിയുടെ തീം സോങ് ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ DJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോക്കോവിക്ക് ആണ് കേട്ടോ. അതിനകത്ത് DJ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നൊവാക് ജോക്കോവിക്ക്, അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഏതാണ്? റാഫിയുടെ, അതായത് റാഫേൽ നഡാൽ, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിൽ ആലോചിച്ച് വയ്ക്കുക. പിന്നെ ഉള്ളത് ഏതാണ്? നമ്മുടെ തീം സോങ് കേട്ടോ, അതാണ് ഡൊമിനിക് തീം. അപ്പോൾ ഈ ക്യാൻസൽ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ US ഓപ്പണിന് മുമ്പ് വിംബിൾഡൺ കയറി വന്നില്ലേ, നമ്മുടെ ആൽഫബറ്റിക് ഓർഡറൊക്കെ മാറ്റിയിട്ടല്ലേ വിംബിൾഡൺ കയറി വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം. അപ്പോൾ കോഡ് പഠിച്ചു വയ്ക്കുക. DJയിൽ നമ്മുടെ റാഫിയുടെ തീം സോങ് ആയിരുന്നു. DJയിൽ റാഫിയുടെ തീം സോങ് ആയിരുന്നു. മറ്റേ ഓർഡറും പഠിച്ചു വയ്ക്കുക. ഏതാ? ഓസ്ട്രേലിയ, ഫ്രഞ്ച്, വിംബിൾഡൺ, US. ഓക്കെ, അടുത്ത് നമുക്ക് ഗ്രാൻഡ് സ്ലാം അവാർഡ് വിമൻ്റെ പഠിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഓർഡർ കീപ്പ് ചെയ്യുക. ഓസ്ട്രേലിയ, ഫ്രഞ്ച്, വിംബിൾഡൺ, US പഠിച്ചു വയ്ക്കുക. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആർക്കാ കിട്ടിയ? സോഫിയ കെനിനാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രഞ്ച് ഓപ്പൺ ഇഗ സ്വിയാടെക്കിനാണ് കിട്ടിയിട്ടുള്ളത്. വിംബിൾഡൺ ക്യാൻസൽ ചെയ്തു. പിന്നെ US ഓപ്പൺ നവോമി ഒസാക്ക. ഇനി എങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഈ എക്സിബിഷനൊക്കെ പോകാറില്ലേ, എക്സിബിഷനൊക്കെ പോകുന്ന സമയത്ത് സോഫയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചാടി കയറി ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ചാടി കയറി ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു ഓസിന് ഇരിക്കുന്ന പോലെ എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ കാണുമ്പോൾ നമ്മൾ ചാടി കയറി ഇരിക്കുകയാണ്. എങ്ങനെയാണ്? ഓസിന്. അപ്പോൾ ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. സോഫിയ കെനിൻ, ഓക്കെ, അത് കിട്ടിയല്ലോ. പിന്നെയുള്ളത് ഇരിക്കുകയാണ്, അതായത് ഇഗ എന്ന് ആലോചിക്കുക. സോഫ കാണുമ്പോൾ നമ്മൾ ഇരിക്കുകയാണ്, അപ്പോൾ ഇഗ സ്വിയാടെക്കാണ്. പിന്നെ വിംബിൾഡൺ നേരത്തെ പറഞ്ഞ പോലെ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? ഓസിനാണ് ഇരിക്കുന്നത്, അപ്പോൾ നവോമി ഒസാക്ക. ആ ഒരു ഓർഡർ തന്നെ കീപ്പ് ചെയ്യണം. സോഫയിൽ ചാടി കയറി ഇരിക്കുകയാണ്, എങ്ങനെ? ഓസിന്. അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. സോഫയിൽ ഇരിക്കുകയാണ്, ഓസിന്. അടുത്ത് നമുക്ക് 2019 ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ, ഫ്രഞ്ച്, വിംബിൾഡൺ, US അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി ആൾക്കാരുടെ പേര് നമുക്ക് നോക്കാം. അതിന് ഞാൻ ജസ്റ്റ് ചെറിയൊരു കോഡ് പറയാം. അതായത് DJ നടത്തുന്ന ഒരു കൃഷിക്കാരനാണെന്ന് ആലോചിക്കുക. അപ്പോൾ ആദ്യം തന്നെ അയാൾ DJ നടത്തും. അപ്പോൾ ജോക്കോവിക്ക് നമുക്ക് ആലോചിക്കാമല്ലോ, DJ അല്ലേ. ഓക്കെ, അതിനുശേഷം എന്താണ്? നടലാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ നടും. അത് കഴിയുമ്പോൾ വീണ്ടും DJ, അത് കഴിയുമ്പോൾ വീണ്ടും നടൽ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് DJ വെച്ചിട്ടാണ്. ഓർഡർ കീപ്പ് ചെയ്യാം. അടുത്ത് നമുക്ക് ടെന്നീസ് 2019 വിമൻ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ ഓർത്ത് പഠിക്കാം കേട്ടോ. ഒട്ടും ഓർമ്മയിൽ നിൽക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കോഡുകൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഡർ കീപ്പ് ചെയ്യുക. ഓസ്ട്രേലിയ, ഫ്രഞ്ച്, വിംബിൾഡൺ, US എഴുതി. ഇനിയുള്ളത് വിമൻ അല്ല. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഓസിന് ഒരു പെണ്ണ് പാർട്ടിക്ക് പോയി. ഓക്കെ, ഓസിന് ഒരു പെണ്ണ് പാർട്ടിക്ക് പോയിട്ട് അവിടെ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം ഹലോ കാണിക്കും. അവിടെയുള്ള ആൾക്കാരൊക്കെ ഹലോ കാണിക്കും. അതിനുശേഷം തിരിച്ചു പോകുന്ന സമയത്ത് ബൈ കാണിക്കും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഓസിന് പാർട്ടിക്ക് പോയി, ആദ്യം തന്നെ ഹലോ കാണിക്കും. പിന്നെ എന്ത് കാണിക്കും? ബൈ കാണിക്കും. അപ്പോൾ ഒസാക്ക, അത് പഠിക്കുക. നവോമി ഒസാക്ക. പിന്നെ ഏതാ? പാർട്ടിക്ക്, അതായത് ബാർട്ടെ. പിന്നെ ഏതാ? ഹലോ, അതാണ് ഹാലപ്പനകത്തുണ്ട് കേട്ടോ, ഹലോ. അപ്പോൾ ഹലോ കാണിക്കും. പിന്നെന്താ? ബൈ ആണ്, പോകുന്ന സമയത്ത് ബൈ. അപ്പോൾ ബിയാൻക, ആൻഡ്രസ്ക്യൂ, അങ്ങനെ പഠിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും കോർട്ടും കൂടി പഠിക്കാം കേട്ടോ. ഇതും കൂടി PSCയിൽ ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിച്ചോ. ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും, അതായത് ആദ്യത്തെയും അവസാനത്തെയും ഹാർഡ് കേട്ടോ, ഹാർഡ് കോർട്ടിലാണ്. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ ക്ലേ കോർട്ടിലാണ്. വിംബിൾഡൺ ഗ്രാസിലാണ്. ഒന്നുകൂടി പറയാം. ആദ്യത്തെയും ലാസ്റ്റും ഹാർഡാണ്, രണ്ടാമത്തെ ക്ലേ ആണ്, മൂന്നാമത്തെ ഗ്രാസ്. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ ഹാർഡ്, ഫ്രഞ്ച് ഓപ്പൺ ക്ലേ, വിംബിൾഡൺ ഗ്രാസ്, US ഓപ്പൺ ഹാർഡ്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് 2020, 2019 മെന്നും വിമണും പഠിച്ചു. അപ്പോൾ തെറ്റിക്കരുത്, നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് കാലത്ത് നേരത്തെ എണീക്കുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം കാലത്ത് നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും പാട്ടുകളൊക്കെ ആണെങ്കിലും ത്രൂ ഔട്ട് നമ്മുടെ ഒരു ദിവസം തന്നെ നിൽക്കാറില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തേക്ക് കയറാം.
ഇനി നമുക്ക് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് 2020 ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ള അവാർഡാണ്? ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. തെറ്റിക്കരുത് കേട്ടോ. ഇന്ത്യയിൽ കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ഇത് ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം കേട്ടോ. 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാര ജേതാക്കൾ എന്ന് പറയുന്നത് രോഹിത് ശർമ്മ ക്രിക്കറ്റിലാണ് കിട്ടിയിട്ടുള്ളത്, മാരിയപ്പൻ തങ്കവേലു പാരാ അത്ലറ്റിക്സ് ആണ്, മണികഭദ്ര ടേബിൾ ടെന്നീസ്, വിനേഷ് ഫോഗോട്ട് ഗുസ്തിക്ക്, റാണി രാംപാൽ ഹോക്കിക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതായത് രോഹിത് ശർമ്മ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ്, അതെല്ലാവർക്കും അറിയായിരിക്കും. ഇനി മാരിയപ്പൻ തങ്കവേലു എന്ന് പറയുമ്പോൾ പാര അത്ലറ്റിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. അതായത് പാരയൊക്കെ മാറി എന്നുള്ള രീതിയിൽ കേട്ടോ. പാര മാറി. അപ്പോൾ മാരിയപ്പൻ തങ്കവേലു പാര അത്ലറ്റിക്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് മണികഭദ്രയാണ്, അത് ടേബിൾ ടെന്നീസ് ആണ്. അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം. അതായത് എന്താ പറയണ്ടേ, ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മണിയൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിളിൻ്റെ മുമ്പിൽ വന്നിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. മണികഭദ്ര ഏതാണ്? ടേബിൾ ടെന്നീസ് ആണ്. നെക്സ്റ്റ് വരുന്നത് വിനേഷ് ഫോഗോട്ടാണ്. വിനേഷ് ഫോഗോട്ടിൻ്റെ ഗുസ്തിയാണ് കേട്ടോ. അപ്പോൾ ഗുസ്തിക്ക് പോയപ്പോൾ എന്തെങ്കിലും മറന്നു എന്ന് ആലോചിക്കുക. ഫോർഗോട്ട്, ആ ഒരു തരത്തിൽ നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ വിനേഷ് ഫോഗോട്ട് ഗുസ്തിയാണ്. പിന്നെയുള്ള റാണി രാംപാലാണ്. റാണി രാംപാൽ ഹോക്കിയാണ്. നമുക്കറിയാം ഹോക്കിയാണ് നമ്മുടെ നാഷണൽ ഗെയിം. അപ്പോൾ അതിനകത്ത് നമ്മൾ രാജാ റാണി ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ റാണി രാംപാൽ ഹോക്കിയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. രോഹിത് ശർമ്മ ക്രിക്കറ്റ്, മാരിയപ്പൻ തങ്കവേലു പാരാ അത്ലറ്റിക്സ്, മണികഭദ്ര ടേബിൾ ടെന്നീസ്, വിനേഷ് ഫോഗോട്ട് ഗുസ്തി, റാണി രാംപാൽ ഏതാണ്? ഹോക്കി. ഇനി ഇതിന് കൊടുക്കുന്ന സമ്മാനത്തുക എന്ന് പറയുന്നത് 25 ലക്ഷമാണ് കേട്ടോ. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന് കിട്ടുന്ന സമ്മാനത്തുക എത്രയാണ്? 25 ലക്ഷം. നെക്സ്റ്റ് നമുക്ക് ദ്രോണാചാര്യ അവാർഡ് 2020 പഠിക്കാം. ദ്രോണാചാര്യ അവാർഡ് ആർക്കാ കൊടുക്കുന്ന? മികച്ച കോച്ചിന് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഓക്കെ. ഇനി ആർക്കൊക്കെ കിട്ടിയെന്നുള്ളത് നോക്കാം. യോഗേഷ് മാൽവിയ മല്ലക്കമ്പിനാണ് കിട്ടിയിട്ടുള്ളത്, ജസ്പാൽ റാണയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിങ്ങിനാണ്, കുൽദീപ് കുമാർ ഹണ്ടുവിന് കിട്ടിയിട്ടുള്ളത് വൂഷു, ഗൗരവ് ഖന്ന ബാഡ്മിൻ്റൺ, ജൂഡ് ഫെലിക്സ് സെബാസ്റ്റ്യന് കിട്ടിയിട്ടുള്ളത് ഹോക്കി. എങ്ങനെ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് യോഗേഷ് മാൽവിയ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം ഈ മല്ലക്കമ്പല്ലേ. അപ്പോൾ നമ്മൾ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ക്ഷീണിച്ച് ഒരു കമ്പ് പോലെയൊക്കെ ഇരിക്കുക എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നല്ലതാണ് കേട്ടോ ശരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്ത് ജസ്പാൽ റാണയാണ്. ജസ്പാൽ റാണയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടും അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യാം. ഷൂട്ടിങ്ങിൻ്റെ ആരാണ്? ജസ്പാൽ റാണയ്ക്കാണ് ഷൂട്ടിങ്ങിന് കിട്ടിയിട്ടുള്ളത്. കുൽദീപ് കുമാർ ഹണ്ടുവിന് കിട്ടിയിട്ടുള്ളത് ഏതാണ്? വൂഷു ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. അതായത് വിഷുവിനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണിയൊക്കെ കാണില്ലേ. അപ്പോൾ കണ്ടു എന്നുള്ള രീതിയിൽ ഹണ്ടു. ഓക്കെ. അപ്പോൾ കുൽദീപ് കുമാർ ഹണ്ടുവിന് കിട്ടിയിട്ടുള്ളത് വൂഷുവിനാണ്. ഗൗരവ് ഖന്നയ്ക്ക് കിട്ടിയിട്ടുള്ളത് ബാഡ്മിൻ്റൺ ആണ് കേട്ടോ. അതായത് ഇത്തിരി ഗൗരവമായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇത്തിരി ബാഡ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി ജൂഡ് ഫെലിക്സ് സെബാസ്റ്റ്യന് കിട്ടിയിട്ടുള്ളത് ഹോക്കിയാണ്. ഓക്കെ. ജൂഡ് ഫെലിക്സ് സെബാസ്റ്റ്യന് കിട്ടിയിട്ടുള്ളത് ഹോക്കി. അപ്പോൾ നമുക്ക് ജെ എന്ന് പറയുമ്പോൾ അവിടെ ഹോക്കിയുടെ ബാറ്റിൻ്റെ ഷേപ്പില്ലേ, അത് ജെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ. ജൂഡ് ഫെലിക്സ് സെബാസ്റ്റ്യന് കിട്ടിയിട്ടുള്ളത് ഹോക്കിക്കാണ്. അടുത്ത് നമുക്ക് അർജുന അവാർഡ് 2020 നോക്കാം. അപ്പോൾ അർജുന അവാർഡ് ആർക്ക് കൊടുക്കുന്ന അവാർഡാണ്? ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. അപ്പോൾ നല്ല കോച്ചിന് കൊടുക്കുന്ന അവാർഡ് ഏതായിരുന്നു? നേരത്തെ നമ്മൾ പഠിച്ചു, ദ്രോണാചാര്യ അവാർഡ്. ഓക്കെ. ഇനി ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ട് അർജുന അവാർഡ് 2020 കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ പേര് ഞാൻ പറയാം കേട്ടോ. എല്ലാവരും ഇല്ല, സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, കാരണം കുറേ പഠിക്കാണ്ട് അതിനകത്ത്. അപ്പോൾ ഒന്ന് ഇഷാന്ത് ശർമ്മ, പിന്നെ ദീപ്തി ശർമ്മ, ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ളത് ക്രിക്കറ്റിലാണ്. പിന്നെ അതിഥി അശോകിന് കിട്ടിയിട്ടുള്ളത് ഗോൾഫിലാണ്. പിന്നെയുള്ളത് മനു ഭാക്കറിന് കിട്ടിയിട്ടുള്ളത് ഷൂട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഇഷാന്ത് ശർമ്മയ്ക്കും ദീപ്തി ശർമ്മയ്ക്കും ക്രിക്കറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. രണ്ട് ശർമ്മയ്ക്കും കിട്ടിയിട്ടുള്ളത് ഏതിലാണ്? ക്രിക്കറ്റിലാണ്. പിന്നെ അതിഥി അശോകാണ് ഗോൾഫാണ്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഗൾഫിൽ നിന്നൊക്കെ ഒരു അതിഥി വന്നു എന്നുള്ള രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാം. അതിഥി അശോക് ഗോൾഫ്. പിന്നെ മനു ഭാക്കർ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏതാണ്? ഷൂട്ടിംഗ് ആണ് മനു ഭാക്കർ. ഓക്കെ. 2-3 പോയിന്റ്സും കൂടി പറയാം. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് അർജുന അവാർഡ്. നേരത്തെ ഞാൻ പറഞ്ഞു. അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1961 ഈ അവാർഡ് കൊടുത്തു തുടങ്ങിയത്. സമ്മാനത്തുക എത്രയാണ്? 15 ലക്ഷമാണ്. അതേപോലെ തന്നെ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ്. ആരാണ്? സി ബാലകൃഷ്ണൻ. പല പ്രാവശ്യം PSCക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പർവ്വതാരോഹണത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സി ബാലകൃഷ്ണന് പർവ്വതാരോഹണത്തിനാണ് കിട്ടിയിട്ടുള്ളത്. 1965 കിട്ടിയിട്ടുള്ളത്. ഇനി അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? KC ഏലമ്മ. ഇതെല്ലാം GK ആണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? KC ഏലമ്മ. 1975 വോളിബോളിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ KC ഏലമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളത് വോളിബോളിനാണ്. ഏത് വർഷത്തിലാണ്? 1975 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ. ഇനി അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം ആരാണ്? IM വിജയനാണ്. ആരാണ്? IM വിജയൻ. ഏത് വർഷമാണ്? 2003. അതും കൂടി ഓർത്ത് വയ്ക്കുക. അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം ആരാണ്? IM വിജയൻ. 2003. നെക്സ്റ്റ് നോക്കാം. ധ്യാൻചന്ദ് അവാർഡ് 2020 നേടിയ മലയാളി വനിത ആരാണ്? ധ്യാൻചന്ദ് അവാർഡ് 2020 നേടിയ മലയാളി വനിത ആരാണ്? ജിൻസി ഫിലിപ്സ്. ഓർത്ത് വയ്ക്കുക, ജിൻസി ഫിലിപ്സിനാണ് ധ്യാൻചന്ദ് അവാർഡ് 2020 കിട്ടിയത്. ഏത് ഇവൻറ്റിനാണ് കിട്ടിയിട്ടുള്ളത്? അത്ലറ്റിക്സ് കേട്ടോ. ഏത് ഇവൻ്റാണ്? അത്ലറ്റിക്സ്.
ഇനി കായിക രംഗത്തെ ആജീവനാന്ത മികവിന് ഇന്ത്യൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ അവാർഡാണ് ധ്യാൻചന്ദ് അവാർഡ്. അത് ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 2002 സമ്മാനത്തുക 10 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ 2020 ധ്യാൻചന്ദ് അവാർഡ് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ ജിൻസി ഫിലിപ്സ് എന്ന് പറയുന്നത് മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിതാരാണ്? ജിൻസി ഫിലിപ്സ് ആണ്. ഏത് ഇവൻ്റാണ്? അത്ലറ്റിക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. അതായത് ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് പഠിക്കുന്ന സമയത്ത് കോഡുകൾ നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഈ 2019 2 DJ വരുന്നത് കേട്ടോ. 2019 2 DJ വരുന്നുണ്ട്. കാരണം 2019 നമ്മുടെ കോവിഡ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് 2 DJ പാർട്ടി ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്കത് ആലോചിക്കാം. അപ്പോൾ 2020 2019 കോഡ് നമുക്ക് മാറിപ്പോവില്ല. പിന്നെയുള്ളത് 2019 വിമൻ്റെ കേസിൽ പാർട്ടി വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം 2019 കോവിഡ് ഇല്ലാത്തതുകൊണ്ട് പാർട്ടി കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ 2020 2019 നമുക്ക് മാറിപ്പോയില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. 2020 മാതൃഭൂമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കെ സച്ചിദാനന്ദനാണ്. ഓർത്ത് വയ്ക്കുക, 2020 മാതൃഭൂമി അവാർഡ് കിട്ടിയിട്ടുള്ളത് കെ സച്ചിദാനന്ദനാണ്. അതേപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ലിസ്റ്റുകളുടെ ക്ലാസ്, അതേപോലെ തന്നെ തീയതികൾ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കോഡ് ക്ലാസ്സസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മാത്സിൻ്റെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബൈ.